രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ടത്. ഒന്ന് അല്ലാഹു മുഖേന ഉണ്ടാകുന്നത്, രണ്ടാമത്തേത് സൃഷ്ടികൾ മുഖേന ഉണ്ടാകുന്നത്. സൃഷ്ടികൾ മുഖേന ഉണ്ടാകുന്ന കാര്യം യഥാർത്ഥത്തിൽ അത് അല്ലാഹുവിൻ്റെ കഴിവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതിന് സൃഷ്ടികളുടെ ഒരു കരം പ്രവർത്തിച്ചു എന്ന് മാത്രം. എന്നാൽ അല്ലാഹു മുഖേന ഉണ്ടാകുന്നതും സൃഷ്ടികൾ മുഖേന ഉണ്ടാകുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? അത് മനുഷ്യന്മാർ അല്ലാഹുവിനെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടാകുന്നു. അതാണ് പറഞ്ഞത്, ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂനി വലാ തക്ഫുറൂൻ. ഇനി അല്ലാഹുവിനെ ധാരാളം ഓർക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പല പരീക്ഷണങ്ങളും നൽകും. അങ്ങനെ പരീക്ഷണങ്ങൾ നൽകിയ ചിലരെയാണ് നാം പരിചയപ്പെടുത്തിയത്. നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള മഹത്തുക്കളൊക്കെ അല്ലാഹുവിനെ ഒരുപാട് അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും അനുസരിക്കുകയും ചെയ്ത മഹാന്മാരാകുന്നു. എന്നിട്ട് പോലും അവരെ അല്ലാഹു തആല അവൻ്റെ പരീക്ഷണത്തിന് വിധേയമാക്കി. എന്നിട്ടോ അവർ അതിൽ വിജയിക്കുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ ആകപ്പൊരുൾ, രത്നച്ചുരുക്കം അതാണ്. അപ്പോൾ ഈ ഒരു വിഷയമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അല്ലാഹു തആല പഠിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് കാരണമായി ഇഹത്തിലും നാളെ ഖബറിലും മഹ്ശറിലും നമുക്കൊരു നന്മയായി അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.